2018, 19 ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല. കാരണം 2018 ഈ മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേയുള്ള പ്രീ മൺസൂൺ അഥവാ വേനൽ മഴ, മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽ മഴ, പ്രത്യേകിച്ച് 2018 ലഭിക്കേണ്ടതിനേക്കാളും ഏതാണ്ട് 1.5 മടങ്ങ് അല്ലെങ്കിൽ 2 മടങ്ങോളം കൂടുതലായിരുന്നു. അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മഴ നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും വേനൽ മഴയിൽ കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ മൺസൂണും ആ വർഷങ്ങളിൽ വളരെ ശക്തമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കാണുന്നത് വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രം നിലനിൽക്കുന്ന, 1-2 ദിവസത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ശക്തിയേറിയിട്ടുള്ള മഴയാണ്. അപ്പോൾ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കരുതിയിരിക്കേണ്ടത് പ്രാദേശികമായിട്ടുള്ള പ്രളയ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ മാത്രമല്ല, ഇനിയും വരാം. കാരണം ഈ വർഷം എൽനിനോ വർഷമാണ് എങ്കിൽ കൂടിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന ഒരു താപനിലയുടെ ധ്രുവീകരണം മൂലം ഈ എൽനിനോ മൂലമുള്ള മഴയുടെ കുറവ് ഒരു പരിധിവരെ ഈ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ മൂലം നികത്തപ്പെടാം. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ തന്നെ പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് പറയുന്ന 2 വ്യത്യസ്തമായിട്ടുള്ള ഫേസുകളുണ്ട്. അതിൽ പോസിറ്റീവ് ഫേസാണ് മഴ കൂടുതൽ കൊണ്ടുവരുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ നെഗറ്റീവ് ആയാൽ മഴ ഇന്ത്യയിൽ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ അത് നിലവിൽ പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, ഒരു ന്യൂട്രൽ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആഗോള മഴയുടെ മോഡലുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി IOD ചെറിയ രീതിയിലെങ്കിലും പോസിറ്റീവ് ഫേസിലേക്ക് വരാമെന്നുള്ളതാണ്. പോസിറ്റീവ് ഫേസിലേക്ക് വന്നാൽ എൽനിനോ മൂലമുള്ള മഴക്കുറവിൻ്റെ ഒരു ഭാഗം പോസിറ്റീവ് IOD മൂലം നികത്തപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗോള മഴപ്പാത്തിയായിട്ടുള്ള MJO, മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുള്ളത്. ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായും കേരളത്തിൽ മഴ കൂടാം. അത് ഉഷ്ണമേഖലയിൽ ഭൂമധ്യരേഖയോട് ചേർന്നുണ്ടാകുന്ന മഴമേഘങ്ങളുടെ ഒരു ചങ്ങല പോലെ അത് കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു വലിയ ക്ലൗഡ് ബാൻഡ് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ക്ലൗഡ് ബാൻഡ് വരണമെങ്കിൽ ചുരുങ്ങിയതൊരു 30 മുതൽ 60 ദിവസം വരെ ഒരു ഗ്യാപ്പുണ്ട്. അതാണ് അതിൻ്റെ ഒരു പീരിയോഡിസിറ്റി അല്ലെങ്കിൽ ആവർത്തന സ്വഭാവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ MJO അതിശക്തമല്ലായിരുന്നുവെങ്കിലും മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണുള്ളത്. അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. ചില ഘട്ടങ്ങൾ കേരളത്തിൽ മഴ കൂടുതൽ കൊണ്ടുവരികയും ചില ഘട്ടങ്ങളിൽ മഴ കുറയ്ക്കുകയും ചെയ്യും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ളത് ഒരു മിതമായ രീതിയിൽ കേരളത്തിൽ മഴ കൂട്ടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ്. അപ്പം ഈ 3 ഘടകങ്ങളും കൂടി ഒരുമിച്ച് വരികയും അതോടൊപ്പം ആഗോളതാപനം സംഭവിക്കുകയും ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രതയുടെ അളവ് കൂടും. വലിയ രീതിയിലുള്ള മഴമേഘങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മൾ കരുതിയിരിക്കണം. ചിലപ്പോൾ 2-3 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ പ്രതിഭാസം. അതിനുശേഷം വീണ്ടും ഒരു മഴക്കുറവ് അല്ലെങ്കിൽ ബ്രേക്കിലേക്ക് പോവാം. പക്ഷേ പെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പെയ്യും എന്നുള്ളതാണ് ഇപ്പോഴുള്ള മഴയുടെ പാറ്റേണിലുണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.